അപ്പോൾ 2024 കേരള ലോ എൻട്രൻസിൻ്റെ ആദ്യത്തെ പരീക്ഷയുടെ ഷെഡ്യൂളൊക്കെ പബ്ലിഷായി. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ക്യുസാറ്റിൻ്റെ LLB കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഈ ചെറിയ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി LLB ആർക്കൊക്കെ നോക്കിക്കാണാം, അതിൻ്റെ പ്രത്യേകതയുണ്ട്. അതിന് അപേക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട തീയതികൾ ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. എന്നത്തേക്കുള്ളിൽ അപേക്ഷിക്കണം, അതിൻ്റെ അപേക്ഷിക്കേണ്ട രീതി എങ്ങനെയാണ്, അതിൻ്റെ സിലബസ് എന്താണ്, അതിൽ ഓപ്ഷൻസ് കൊടുക്കുന്നതിൽ, അതായത് ഈ വർഷം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ പുതിയതായി BSc LLB എന്നൊരു കോഴ്സ് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ബ്രീഫായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. 2023 ജോബ് സെക്യൂരിറ്റിയുടെ വലിയൊരു സന്തോഷ വർഷമാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ സെക്കൻഡ് റാങ്ക് പവിത്ര അടക്കം നമ്മൾക്ക് 22 റിസൾട്ടാണ് ആകെയുള്ള 60 സീറ്റിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് നമുക്ക് ഡെലിവർ ചെയ്യാനായത്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഹൗ യു ക്യാൻ അപ്ലൈ, പ്രിപ്പയർ, അണ്ടർസ്റ്റാൻഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ക്യുസാറ്റ് LLB എന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ക്യുസാറ്റിൻ്റെ LLB ഇപ്പോൾ നിലവിൽ വന്നതിൽ ഏറ്റവും ആദ്യം അനൗൺസ് ചെയ്ത എക്സാമിൽ ഒന്നാണ്. അത് മെയ് 10 നടക്കുന്നുണ്ട്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓപ്റ്റ് ചെയ്യണോ എന്ന് കുട്ടികളുടെ സംശയത്തിന് എൻ്റെ 17 വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ പറയാം, ക്യുസാറ്റ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ലോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് യു ക്യാൻ ലുക്ക് ഫോർവേഡ്. നിങ്ങൾ നിയമപഠന മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ ക്യുസാറ്റ് ഒരു വളരെ പ്രമുഖമായ, എസ്പെഷ്യലി സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ് ക്യുസാറ്റിൻ്റെ ഐ തിങ്ക് ഇറ്റ് ഈസ് റാങ്ക് 63rd അക്രോസ് ഇന്ത്യ. അതൊരു ഓട്ടോണമസ് കേരള ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഓട്ടോണമസ് ആയതുകൊണ്ട് അവിടെ ഫീ നമ്മളുടെ ഗവൺമെൻറ് ലോ കോളേജിനേക്കാൾ കൂടുതലാണ്. എന്നിരുന്നാൽ പോലും ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ടും ഒരു നാഷണൽ റെപ്യൂട്ടേഷൻ ഉള്ളതുകൊണ്ടും വലിയ അക്രഡിഷൻ ഉള്ളതുകൊണ്ടും സമയത്തിന് പരീക്ഷ നടക്കുന്ന ഒരു അനുഭവമാണ് മുൻ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. എൻ്റെ എല്ലാ കുട്ടികളോടും, അതിന് കേപ്പബിളായ കുട്ടികളോട് നമ്മൾ നല്ലോണം പ്രൊമോട്ട് ചെയ്യാറുണ്ട്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഈസ് എ ഗുഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. യു ഷുഡ് ഡെഫിനറ്റ്ലി ലുക്ക് ഫോർവേഡ് ഗെറ്റിംഗ് ആൻ അഡ്മിഷൻ ടു ദാറ്റ്. പ്രത്യേകിച്ച് ക്ലാറ്റ് പ്രിപ്പയർ ചെയ്യുകയോ ക്ലാറ്റിനൊരു വലിയ പ്രിപ്പറേഷൻ ഇല്ലാതെ അറ്റംപ്റ്റ് ചെയ്യുകയോ ചെയ്തൊരു കുട്ടിക്ക് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഈസ് എ ഗുഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിയർ ബൈ ടു കേരള ഹൈക്കോർട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പിയർ ഗ്രൂപ്പ്, ഇതെല്ലാം നമുക്ക് ഗുണമായി വരാറുണ്ട്. മോർ ദാൻ ദാറ്റ്, ഇക്കൊല്ലം നമുക്ക് 25 സീറ്റ് ക്യുസാറ്റിൽ കൂടിയിട്ടുണ്ട്. ഈ ഡീറ്റെയിൽസ് ഒന്നൊന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, പ്രധാനമായിട്ട് നമ്മളിനി ലോ എൻട്രൻസ് 2024 LLB നോക്കുന്നവർ അതിൻ്റെ ചൂട് തുടങ്ങിക്കഴിഞ്ഞു. പ്രധാനപ്പെട്ട ഒരു എക്സാമിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്തു. 27/1/2024 മുതൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ പോർട്ടൽ ഓപ്പൺ ആണ്. പ്ലീസ് കീപ്പ് ഇൻ മൈൻഡ്, ഫെബ്രുവരി 26 നമ്മളുടെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ആവണം. അതിൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സ് വളരെ സിമ്പിളാണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നുമില്ല. അതിൻ്റെ പോർട്ടലിലേക്ക് പോയാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ബട്ട് കീപ്പ് ഇൻ മൈൻഡ്, 26/2/2024 ഇതിൻ്റെ അപ്ലിക്കേഷൻ ക്ലോസ് ആവും. മെയ് 1 മുതൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് മൈ ഗുഡ് ഫ്രണ്ട്സ്, പലപ്പോഴും നമ്മളിത് അഡ്മിറ്റ് കാർഡ് പോസ്റ്റിലായി വരും, മെയിലായിട്ട് നമുക്ക് വരും എന്നെല്ലാം തെറ്റിദ്ധരിച്ച് പോകാറുണ്ട്. അതുണ്ടാവില്ല. നമ്മൾ തന്നെ പോർട്ടലിൽ കയറിയിട്ട് നമ്മളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ മെയ് 10, 11, 12 തീയതികളിൽ, അതായത് ക്യുസാറ്റിൻ്റെ എല്ലാ പരീക്ഷകളും ഒരുമിച്ചാണ് നടക്കുക. ബിടെക്കിൻ്റെ പരീക്ഷയും ബാക്കി എല്ലാ സ്ട്രീംസിൻ്റെയും പരീക്ഷ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 3 ദിവസത്തെ വിൻഡോ പോർട്ടൽ നമ്മുടെ മുന്നിലുള്ളത്. എനിവേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി തയ്യാറെടുപ്പിന് കാത്തിരിക്കാൻ സമയമില്ല. കഴിഞ്ഞ 17 വർഷമായി കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് റാങ്ക് അടക്കം 373 അച്ചീവ്മെൻറ്റ്സ് എന്നുള്ള സന്തോഷം ജോബ് സെക്യൂർ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുകയാണ്. അതിന് ക്യുസാറ്റിന് പ്രത്യേകമായി നമ്മൾ കുട്ടികളെ കോച്ച് ചെയ്യുന്നതുകൊണ്ട് വലിയ റിസൾട്ട് നമുക്കുണ്ടായിട്ടുണ്ട്. 3 പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഓർത്ത് വെക്കുക. 26/2 അപേക്ഷിക്കണം. 1 തീയതി മുതൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. 10, 11, 12 തീയതികളിലാണ് ഈ പരീക്ഷ നടക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത്, കൃത്യമായി ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വർഷം BSc LLB എന്നൊരു പുതിയ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്യുസാറ്റിൽ എത്ര സീറ്റ് ലഭ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അവിടെ അപ്പോൾ ഇപ്പോൾ നിലവിൽ 3 പ്രോഗ്രാംസ് ആണുള്ളത്. 5 ഇയർ LLBയിൽ BBA LLB ഉണ്ട്, BCom LLB ഉണ്ട്. ഇതായിരുന്നു 2023 വരെ ലഭ്യമായിരുന്നത്. 24 BSc LLBയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് 5 ഇയറിൽ BA LLBക്ക് 30 സീറ്റുണ്ട്, BCom LLBക്ക് 30 സീറ്റുണ്ട്. BSc LLBക്ക് ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 25 സീറ്റാണ്. ഇത് കൂടാതെ 3 ഇയർ LLB നോക്കുന്നവരുണ്ടാകാം, അവർക്ക് 3 ഇയർ LLBക്ക് 40 സീറ്റ്സ് ആണുള്ളത്. പക്ഷേ 3 ഇയർ LLB എടുക്കുമ്പോൾ അതിൻ്റെ പ്രോസ്പെക്ടസ് ദയവായി എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഈ വീഡിയോ കണ്ട് മാത്രം നിങ്ങൾ മുന്നോട്ട് പോകരുത്.
ബാർ കൗൺസിൽ അംഗീകാരം, പ്രാക്ടീസ് ചെയ്യാൻ സാധ്യതയുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങളതിൽ നോക്കണം. ഈ വീഡിയോ ആക്ച്വലി എന്താ ചെയ്യുന്നത്, നിങ്ങൾക്ക് പ്രോസ്പെക്ടസിലൂടെ കടന്നു പോകുമ്പോൾ നിർബന്ധമായി നിങ്ങൾ കടന്നു പോകണം. അതിനെ ഇതൊന്ന് ആഡ് ഓൺ ചെയ്യും, നിങ്ങൾക്ക് അതൊന്ന് ഈസി ആക്കി തരും. അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളിലെ പ്രധാന മാറ്റം BSc LLB എന്നുള്ള ഒരു 25 സീറ്റ് എക്സ്ക്ലൂസീവ്ലി ഫോർ സയൻസ് സ്റ്റുഡൻസ് എന്ന് വരുന്നതുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയാണ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. BCom BBA LLBക്കാർക്കുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ വേറെയാണ്. BSc LLB അപ്ലൈ ചെയ്യാൻ അത് എല്ലാ +2കാർക്കും ഓപ്പൺ അല്ല. എന്നാൽ BCom BBA LLB ഈസ് ഓപ്പൺ ഫോർ ഓൾ സ്ട്രീംസ് ഓഫ് +2. BSc LLB നിങ്ങൾ +2 പഠിക്കുമ്പോൾ മാത്തമാറ്റിക്സ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ഒരു ഇമ്പോർട്ടൻറ്റ് പേപ്പറായി എഴുതിയ +2 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാത്സോ ഓപ്ഷനും കമ്പ്യൂട്ടർ സയൻസ് ഓപ്ഷനോ ഉള്ളത് തന്നെ ഉള്ള ഒരു സബ്ജക്റ്റ് നിങ്ങൾ +2 പഠിച്ചിരിക്കണം. അപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് BCom ആൻഡ് BBA LLBക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. അത് എല്ലാവർക്കും ബാധകമാണ്. ഓക്കെ, BCom ആൻഡ് BBA LLBക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇഫ് യു ആർ എ സയൻസ് സ്റ്റുഡൻറ്റ് യു ഷുഡ് സെക്യൂർ 60% മാർക്ക്. എന്നാൽ കോമേഴ്സ് ഓർ ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ 55% മാർക്ക് വേണം. റിസർവേഷൻ ഉണ്ടെങ്കിൽ 50% വേണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാവർക്കും അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾ സയൻസ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ 60% മാർക്ക് വേണം. കോമേഴ്സ് ആണെങ്കിൽ 55%, ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ 55%. നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ 50% ആണ് പറയുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ടത് BSc LLBക്ക് അപ്ലൈ ചെയ്യാൻ മൈ ഫ്രണ്ട്സ് കോമേഴ്സും ഹ്യൂമാനിറ്റീസും എടുത്തവർക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ പറ്റില്ല. കാരണം നമ്മൾ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ പ്രോസ്പെക്ടസിൽ കാണുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പറ്റുമോ എന്നുള്ളത് പ്രോസ്പെക്ടസിൽ നിന്ന് വ്യക്തമല്ല. പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് എന്നാണ്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ 65% നിങ്ങൾക്ക് +2 മാർക്ക് വേണം. നേരത്തെ 60 മതിയായിരുന്നു, അപ്പോൾ ഇതിന് 65 വേണം. നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ ദർ ഈസ് അഗെയിൻ എ റിലാക്സേഷൻ. പക്ഷേ റിലാക്സേഷൻ ഫോർ SC/ST ഓർ അതർ റിസർവേഷൻ കാൻഡിഡേറ്റ്സിന് എത്രയാണ് എന്ന് നിലവിൽ പറഞ്ഞിട്ടില്ല. അത് ബൈ നോട്ടിഫിക്കേഷനിൽ അറിയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മൂന്ന് കോഴ്സാണ് നമ്മുടെ മുന്നിലുള്ളത്: BBA LLB, BCom LLB, BSc LLB. ഇതിൻ്റെ എലിജിബിലിറ്റിയാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി നമ്മൾ 3 ഇയർ LLBയുടെ എലിജിബിലിറ്റിയാണ് നോക്കുന്നതെങ്കിൽ 3 ഇയർ LLBക്ക് ആഫ്റ്റർ ഡിഗ്രിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. ഡിഗ്രിക്ക് എല്ലാ സ്ട്രീമിനും ജനറലായിട്ടാണ് പറഞ്ഞു കാണുന്നത് 50% മാർക്കാണ് വേണ്ടത്. ഓക്കെ, റിസർവേഷൻ ഉണ്ടെങ്കിൽ ദർ ഈസ് എ 5% റിലാക്സേഷൻ ഓൺ ദ സ്കോർ. അപ്പോൾ 45% മതിയാവും. ഇപ്പോൾ 3 ഇയറുകാർക്ക് 50 മതി. മറ്റേത് രണ്ടിലും ശ്രദ്ധിക്കണം, ഒന്നിൽ 60ഉം ഒന്നിൽ 65ഉമാണ് എലിജിബിലിറ്റി. അപ്പോൾ ഈ സംഗതികൾ പ്രോസ്പെക്ടസിലും കൂടെ നോക്കിയിട്ടൊന്ന് നിങ്ങൾ വ്യക്തമാക്കണം. ഇനി ഒരു പ്രധാന ഭാഗമായ സിലബസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ എക്സാമിൻ്റെ സിലബസ് മൈ ഡിയർ ഫ്രണ്ട്സ് ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് ജോബ് സെക്യൂറെ കഴിഞ്ഞ കൊല്ലം കുട്ടികൾക്ക് കോച്ചിങ് കൊടുത്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് 2nd റാങ്ക് അടക്കം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 22 ക്വാളിഫയിങ്, അതായത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ആകെ 60 സീറ്റിൽ ദിസ് മച്ച് നമ്പർ വി കുഡ് എഷ്യൂർ അവർ സ്റ്റുഡൻസ്. എന്തുകൊണ്ടെന്നാൽ ഇതിൻ്റെ സിലബസ് ക്ലീയുടെ സിലബസിൽ നിന്ന് വ്യത്യാസമുണ്ട്. ഇതിൻ്റെ വെയിറ്റേജ് പോകുന്നത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവാം. ദിസ് ഈസ് 150 ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, 1:3 ആണ്. അതായത് 3 മാർക്ക് ശരി ഉത്തരത്തിന്, തെറ്റിയാൽ 1 മാർക്ക് പോകും. ഇതിന് 2 സെഗ്മെൻ്റ് ആയിട്ടാണ്, പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് ഇതിൻ്റെ സിലബസുകൾ പ്രോസ്പെക്ടസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പാർട്ട് 1 നിങ്ങൾ നോക്കൂ, 25 ക്വസ്റ്റ്യൻസ് ഫ്രം ലീഗൽ റീസണിങ്, ലീഗൽ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. 50 ക്വസ്റ്റ്യൻ വരുന്നത് ലോജിക് റീസണിങ്ങിൽ നിന്നാണ്. ലോജിക് റീസണിങ് ക്ലീയിലെ ഇത്ര വെയിറ്റേജ് ജനറലി വരാറില്ല. ഇപ്പോൾ ലോജിക് റീസണിങ്ങിനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള അതിൽ വരുന്ന ഡിഫറെൻറ്റ് മോഡൽസ് ആയിട്ടുള്ള 18ഓളം വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട് ലോജിക് റീസണിങ്ങിൽ. അത് ജോബ് സെക്യൂറിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തതുകൊണ്ടാണ് നമ്മളെ കുട്ടികൾ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് ക്യുസാറ്റ് ക്രാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ പാർട്ട് 1 25 ക്വസ്റ്റ്യൻ ലീഗൽ, 50 ക്വസ്റ്റ്യൻ ലോജിക് റീസണിങ്. എന്നാൽ പാർട്ട് 2 50 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ്, 25 ക്വസ്റ്റ്യൻ GK ആൻഡ് കറണ്ട് അഫയേഴ്സ്. ഇവിടെ മൈ ഗുഡ് ഫ്രണ്ട്സ് നമ്മൾ ശ്രദ്ധിക്കണം, ക്ലീക്ക് വരുന്ന പോലെയുള്ള ഒരു ഫ്ലാറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ല.
കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ഇംഗ്ലീഷിൽ വരുന്നത് അതിൻ്റെ ലെവൽ കൂടുതലാണ്. അവിടെ ജമ്പിൾഡ് പാസേജ് വേറെ വരും. ചിലപ്പോൾ ഒരു പാസേജ് മൊത്തം വിട്ടിട്ട് അതിലെ ഇടയിലുള്ളത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പാറ്റേൺ വരും. ലോജിക് റീസണിങ്ങിൽ ന്യൂമറിക്കൽ റീസണിങ് ഉണ്ട്, വെർബൽ റീസണിങ് ക്വസ്റ്റ്യൻ ധാരാളം വരും. ഇതെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഗൈഡാണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത്. ആ ഗൈഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ വേറെ തന്നെ മെറ്റീരിയൽസ് കൊടുത്തുകൊണ്ട് അതിന് അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് നമ്മൾ കോച്ചിങ് കൊടുക്കാറുണ്ട്. ഇതിന് രണ്ടും 50% വെയിറ്റേജ്. അപ്പോൾ എന്താണ് ഇവിടുത്തെ ഷിഫ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, ലോജിക് റീസണിങ് 50 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ 150 50 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മേജർ പോർഷൻ. അപ്പോൾ ലീഗിന് മാത്രം അതും ലീഗൽ GK മാത്രം മക്കപ്പ് ചെയ്താൽ പോരാ. ഇതിന് വരുന്ന പെർട്ടിക്കുലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ കോച്ചിങ് തന്നെ ലഭിച്ചാലേ നമുക്ക് ക്വിസാറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ കറണ്ട് അഫയേഴ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ലെവൽ കൂടിയ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ് ചോദിക്കാറ്. ഇനി 3 ഇയറിൻ്റെ സിലബസ് നോക്കുമ്പോഴും ഏകദേശം സമാനമായ ഒരു പാറ്റേൺ തന്നെയാണ്. അവിടെ പക്ഷേ പാർട്ട് 1 ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ 50 ക്വസ്റ്റ്യനും ലോജിക്കൽ റീസണിങ്ങിൽ 25 ക്വസ്റ്റ്യനും എന്നാണ് അവരുടെ പബ്ലിഷ്ഡ് കീ. അവിടെ അപ്പോൾ ക്വസ്റ്റ്യൻ്റെ എണ്ണം താരതമ്യേന ലീഗൽ ആപ്റ്റിറ്റ്യൂഡിലാണ് കൂടുതൽ. പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ് 25 ക്വസ്റ്റ്യനും കോംപ്രിഹെൻഷൻ എബിലിറ്റി അതിനൊരു 25 ക്വസ്റ്റ്യനും. അപ്പോൾ റീഡിങ് കോംപ്രിഹെൻഷൻ പാസേജസ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന് പ്രത്യേകമായിട്ട് തന്നെ നമ്മൾ ട്രെയിനിങ് എടുക്കണം. പാസേജ് ആ സമയത്തിനുള്ളിൽ വായിച്ച് നമുക്ക് ചെയ്യാൻ പറ്റണം. 25 ക്വസ്റ്റ്യൻ കറണ്ട് അഫയേഴ്സ്. അപ്പോൾ പാർട്ട് 1 50 ക്വസ്റ്റ്യൻസ് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്, 25 ക്വസ്റ്റ്യൻസ് ലോജിക് റീസണിങ്. പാർട്ട് 3 75 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ്, സെപ്പറേറ്റ്ലി കോംപ്രിഹെൻഷൻ ഓഫ് എബിലിറ്റി ഇൻ ഇംഗ്ലീഷ്, തേർഡ് വൺ GK ആൻഡ് കറണ്ട് അഫയേഴ്സ്. ഇതാണ് ഈ 5 ഇയറിൻ്റെയും 3 ഇയറിൻ്റെയും സിലബസിൽ മനസ്സിലാക്കാനുള്ളത്. ഇപ്പോൾ സിലബസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും അത് ആക്ച്വലി എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് 2023 ക്വസ്റ്റ്യൻ പേപ്പർ, ക്വിസാറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിരിക്കും. അതെടുത്ത് നിങ്ങൾ നോക്കിയിട്ട് അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ക്ലീയിലെ പാറ്റേണും ഇതിലെ പാറ്റേണും വ്യത്യാസമുണ്ട്. ലോജിക് റീസണിങ് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആണ്. സോ ഗോ ടു ദ ലിങ്ക് അവൈലബിൾ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ഹാവ് എ ലുക്ക് അറ്റ് ദ ആക്ച്വൽ ക്വസ്റ്റ്യൻ പേപ്പർ ഓഫ് 2023 ക്വിസാറ്റ്. അപ്പോൾ തീയതികൾ മനസ്സിലായി, സിലബസ് മനസ്സിലായി, ഇതിലെ പാറ്റേണിലെ വ്യത്യാസം മനസ്സിലായി, മോഡലിലെ പേപ്പർ എങ്ങനെ കിട്ടുന്നു മനസ്സിലായി. ഇനി ഇതിനെ അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇറ്റ്സ് എ 7 സ്റ്റെപ്പ് പ്രോസസ്സ്. അത് വളരെ സിമ്പിളാണ്, ഒരു കോംപ്ലിക്കേഷനും ഇല്ല. അവർ മിനിമം കാര്യങ്ങളെ അവിടെ അപ്ലോഡ് ചെയ്യാൻ പറയുന്നുള്ളൂ. അത് ദയവ് ചെയ്ത് മൈ ഗുഡ് ഫ്രണ്ട്സ് നമ്മൾ ഓൺലൈനിൽ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോസ്പെക്ടസും അതിലെ ബ്രീഫ് നോട്ടും അവർ തന്നിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് നോക്കണം. ഫസ്റ്റ് വൺ രജിസ്ട്രേഷനാണ്. നിങ്ങൾ ആ പോർട്ടലിൽ നിങ്ങളെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം. അവിടെ പേഴ്സണൽ ഡീറ്റെയിൽസും റിസർവേഷൻ ഉണ്ടോ എന്നുള്ളത് അവിടെ മാർക്ക് ചെയ്യണം. അപ്പോഴേ അതാത് ഇതിലേക്ക് പോവുകയുള്ളൂ. ഫോട്ടോവും സിഗ്നേച്ചറുമാണ് അപ്ലോഡ് ചെയ്യാൻ പറയുന്നത്. അത് അതിൽ വളരെ ഒബ്വിയസ് ആണ്. ഈ 4 സ്റ്റെപ്പ് കഴിഞ്ഞാൽ ദർ കംസ് ദ ഷോർട്ട് പ്രിവ്യൂ. നിലവിൽ മനസ്സിലാക്കുന്നത് ഇതിൽ വായിച്ചതിൽ കാണുന്നത് യു ആർ അലൗഡ് ഓൺലി വൺസ് ടു കറക്റ്റ് ഇറ്റ്. അതും ഒഴിവാക്കണമെന്നാണ് എൻ്റെ കുട്ടികളോട് പറയാനുള്ളത്. അതിനാണ് ഇവർ ഷോർട്ട് പ്രിവ്യൂ അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്ലൈ ചെയ്തത് ഫില്ല് ചെയ്തതൊക്കെ ശരിയല്ലേ എന്ന് പ്രിവ്യൂവിലൊന്ന് നോക്കുക. ഇത് കഴിഞ്ഞാൽ സ്റ്റെപ്പ് 6 പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് സെൻറ്റർ സെലക്ഷൻ വരുന്നത്. അപ്പോൾ സെൻറ്റർ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ക്ലോസ് ചെയ്താൽ ഇതിൽ കാണുന്നത് ആപ്ലിക്കൻറ്റ് ഇസ് ടു ഗിവൺ പെർമിഷൻ ടു എഡിറ്റ് വൺസ് ബിഫോർ ദി അഡ്മിറ്റ് കാർഡ് ഈസ് ജനറേറ്റഡ്. ബട്ട് അതിന് വേണ്ടി നമ്മുടെ ഭാഗത്തുനിന്നൊരു മിസ്റ്റേക്ക് വരാതെ സമയമെടുത്ത് തിരക്ക് കൂട്ടാതെ ചെയ്യുക. സോ ഈ 7 സ്റ്റെപ്സ് വളരെ ക്ലിയറായിട്ട് അതിൽ പറയുന്നുണ്ട്. അത് ഫോളോ ചെയ്തിട്ട് അപേക്ഷിക്കുക. അപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റ് വിൻഡോയിലെത്തുമ്പോൾ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കേണ്ടത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 1200 റുപ്പീസാണ്. ഇപ്പം 5 ഇയറുകാർക്ക് ഒരു സംശയം ഉണ്ടാവും. BA LLB, BCom LLB, BSc LLB മൂന്നെണ്ണത്തിൻ്റെയും കൂടെ അഡ്മിഷന് ഒരു കോമൺ ടെസ്റ്റാണ്. ആ ടെസ്റ്റ് കോഡ് സെയിം ആണ്, വേറെ വേറെ അപേക്ഷിക്കേണ്ട. ആ ടെസ്റ്റ് സെയിം ആണ്. അപ്പോൾ 1200 തന്നെയാണ് അടയ്ക്കേണ്ടത്. റിസർവേഷൻ എലിജിബിൾ ആയിട്ടുള്ളവർക്ക്, SC ST കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ളവർക്ക് 600 രൂപയാണ് ഫീ ആയിട്ട് വരുന്നത്. 1200 ഫോർ ജനറൽ ആൻഡ് 600 ഫോർ റിസർവേഷൻ കാൻഡിഡേറ്റ്സ്. ഇതാണ് ഇതിൻ്റെ ഫീ സ്ട്രക്ചർ. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഓപ്റ്റിംഗ് നിങ്ങൾ ഏത് കോഴ്സ് ഓപ്റ്റ് ചെയ്യുന്നു എന്നുള്ളവർക്ക് വരുമ്പോൾ ഇപ്രാവശ്യം ചെറിയ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത്, BBA BCom LLB കോഴ്സ് 5 ഇയർ സയൻസ് ഗ്രാജുവേറ്റ്സിന് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൽ നിങ്ങൾ എങ്ങനെയാണ് ഓപ്റ്റ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് BBA ആണോ ഫസ്റ്റ് പ്രിഫറൻസ്, BCom ആണോ, അത് കൊടുത്താൽ മതി.
എന്നാൽ ഒരു സയൻസ് സ്റ്റുഡൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അവൻ്റെ മുന്നിൽ 3 ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഈ BSc LLBയുടെ മൊത്തം സിലബസ് ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് ആർക്കും തന്നെ അതിൻ്റെ സിലബസിനെ കുറിച്ച് കൃത്യമായൊരറിവ് ഇപ്പോൾ ഇല്ല. പക്ഷേ സയൻസ് സ്റ്റുഡൻറ്റിന് BSc LLBയിലേക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്താലുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എക്സ്ക്ലൂസീവ്ലി അറ്റംപ്റ്റിംഗ് BSc LLB കുറവായിരിക്കുമല്ലോ. ഈ മൊത്തം എഴുതുന്ന കുട്ടികളിലെ സയൻസ് സ്റ്റുഡൻസിന് മാത്രമേ അത് ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓൾ പ്രോഗ്രാംസിൻ്റെ ഒരേ കോഡ് എക്സാമാണ്. അപ്പോൾ BSc സയൻസുകാർക്ക് വേണമെങ്കിൽ അവരൊരു പോസിബിലിറ്റി ഉറപ്പിക്കാൻ നിങ്ങൾക്ക് BSc LLB ഫസ്റ്റ് ഓപ്ഷനായിട്ട് പിന്നെ BCom BBA കൊടുക്കാം. മറ്റവർക്ക് നിങ്ങൾ BBA ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അത്, BCom ആണെങ്കിൽ അത് 1 and 2 ആയിട്ട് കൊടുക്കാം. ഇതിൽ എന്നോട് കുട്ടികൾ ചോദിക്കാറുണ്ട് ഏതാണ് നല്ല കോഴ്സ് എന്ന്. പ്രാക്ടിക്കലി പറഞ്ഞാൽ മാർക്കറ്റിൽ ഹൈ ഡിമാൻഡുള്ള ഒരു സാധനമാണ് BCom LLB. അപ്പോൾ കുട്ടികളുടെ ഒരു വറി എന്താ വെച്ചാൽ അവിടെ അക്കൗണ്ടൻസിയും കുറച്ചും കൂടെ പ്രോബ്ലം ഓറിയൻറ്റഡ് പേപ്പേഴ്സ് ഉണ്ടാകും ഫസ്റ്റ് 2 years. പക്ഷേ എൻ്റെ ഒരു സജഷൻ, ഇറ്റ്സ് എ ഗുഡ് കോഴ്സ്. അതല്ല, കുറച്ചുകൊണ്ട് ഈ ന്യൂമറിക്കൽ എബിലിറ്റി ഏരിയ കുറച്ച് സ്കെയറി ആയിട്ടുള്ളവരാണ് BBA LLBക്ക് പോകാറ്. ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ കീപ്പ് ഇൻ മൈൻഡ് BSc LLB is meant only for science students who have taken a course +2 course where they have at least mathematics or computer science as an elective. ഇതാണ് അവിടെ ശ്രദ്ധിക്കാനുള്ളത്. ഇപ്പോൾ നമ്മളെ ആപ്ലിക്കേഷനേ ആയിട്ടുള്ളൂ മൈ ഡിയർ ഫ്രണ്ട്സ്. പിന്നെയാണ് നമ്മളെ മുന്നിലെ പ്രധാന കടമ, നമുക്ക് എക്സാം ക്ലിയർ ചെയ്യണം. എക്സാം ക്ലിയർ ചെയ്യണമെങ്കിൽ വൺ ഗുഡ് തിങ് ഈസ് ഇക്കൊല്ലം കുറച്ച് നേരത്തെ തന്നെ ജനുവരിയിൽ നോട്ടിഫിക്കേഷൻ വന്നു. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 10-ാം തീയതി വരെ നമ്മുടെ മുന്നിൽ സമയമുണ്ട്. പക്ഷേ +2 പരീക്ഷയുടെ ബഹളത്തിലാണ്, അതുകൊണ്ട് ഇത് നോക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മൾക്ക് ഒരു പ്രയാസമുണ്ടാകും. ക്യുസാറ്റിന് സ്പെസിഫിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ വേണം. കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് ഡെയിലി അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പോൾ ഭാരത് രത്ന വന്നു, അത് ചോദ്യം സ്വാഭാവികമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അവാർഡ്സ് ഈ അടുത്ത കാലത്ത് വന്നത്, ഇത് ഇങ്ങനെ സെഗ്മെൻറ്റ് ചെയ്ത് സ്പോർട്സ്, ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ്, റീജിയണൽ പൊളിറ്റിക്സ്, ജുഡീഷ്യറിയിലെ അപ്പോയിൻമെൻറ്റ്സ് മാറ്റങ്ങൾ, പ്രമാദമായ വിധികൾ, സെയിം സെക്സ് മാരേജ് സുപ്രീം കോർട്ട് അനുവദിക്കുകയാണോ ചെയ്തത്, അത് അതിൻ്റെ സൈറ്റേഷൻ, ഇങ്ങനെയൊക്കെ വരാം. ഇത് നിങ്ങൾ കൃത്യമായൊരു പ്രിപ്പറേഷൻ. അതുകൊണ്ടാണ് ജോബ് സെക്യൂർ കൊച്ചിൻ യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യുന്ന കുട്ടികളോടോ ആസ്പയർ ചെയ്യുന്ന കുട്ടികളോടോ നേരെ തന്നെ നമ്മളുടെ ഒന്നുകിൽ നമ്മളുടെ ഗൈഡ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് വിത്ത് സ്പെസിഫിക് ഇൻപുട്സ് ഫോർ ക്യുസാറ്റ്. ജോബ് സെക്യൂരിയുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ട്, വെർ യു ഗെറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓഫ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി സ്പെസിഫിക്കലി. നിങ്ങൾക്കത് സബ്സ്ക്രൈബ് ചെയ്യാം, എടുത്തു നോക്കാം. ഇതിൻ്റെ കോച്ചിങ്ങിന് പ്രത്യേകിച്ച് ലോജിക് റീസണിങ്ങും ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെയാണ് വരുന്നത് എന്ന് സ്പെസിഫിക് മെൻറ്ററിങ് ആവശ്യമാണ്. അതേപോലെ ന്യൂമറിക്കൽ റീസണിങ്ങിനും ഇതിൽ നമ്മൾ ഇതുവരെ ചെയ്തു നോക്കാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു നോൺ സയൻസ് സ്റ്റുഡൻസിന് ന്യൂമറിക്കൽ എബിലിറ്റി ചെറിയൊരു ചാലഞ്ചാണ്. അത് പ്രാക്ടീസ് ചെയ്ത് തന്നെ മാറ്റണം. സാധാരണഗതിയിലുള്ള ഒരു ഇംഗ്ലീഷിൻ്റെ എക്സ്പോഷർ പോരാ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ഇംഗ്ലീഷ് എഴുതാൻ, അതിന് സ്പെസിഫിക് കോച്ചിങ് വേണം. ഇങ്ങനെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഇഫ് യു ഫീൽ ലൈക്ക് ലോജിക് റീസണിങ്ങും ലീഗൽ ആപ്റ്റിറ്റ്യൂഡും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. അങ്ങനെ ഒരു വീഡിയോ വേണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ വി ആർ ഓൺലി ഹാപ്പി ടു ഹെൽപ്പ് യു ടു ഗിവ് ആൻ ഐഡിയ ഹൗ ദ ക്വസ്റ്റ്യൻസ് കെയിം ലാസ്റ്റ് ഇയർ ആൻഡ് ഹൗ യു ക്യാൻ പ്രിപ്പയർ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, 2024 LLB എൻട്രൻസ് ഈസ് ഓൺ. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങാനായി, അപേക്ഷിക്കാനുള്ള സമയമായി. സമയത്തിനുള്ളിൽ അപേക്ഷിക്കുക, സിലബസിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക, പ്രിഫറൻസ് കൊടുക്കുമ്പോൾ കൃത്യമായി കൊടുക്കുക. Join with Job Secura for the right kind of mentoring. Get into one of the best premium law schools you are available at an affordable fee ആണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി. അപ്പോൾ അതിനെ വളരെ പോസിറ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യുക. വിഷ് യു ആൾ ദ ബെസ്റ്റ്. വി വിൽ മീറ്റ് അഗെയിൻ on detailed things how you can crack CUSAT in the coming video. Thanks a lot.